ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്മാൻ വ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനു. നമ്മൾക്ക് കെയിൻ മാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ മേക്ക് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാവശ്യമായത് കെയിൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷനും പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ സ്പേസ് നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ കാണുന്ന ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളതാണ്, ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഇൻട്രോയിൽ നമ്മൾക്ക് ആവശ്യമായി വരുന്നത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഇൻട്രോയിൽ എന്താണോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെങ്കിൽ പേര്, മറ്റെന്തെങ്കിലുമാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ടെക് ഡിസ്പ്ലേ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഡൺ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഓക്കെ എന്നുള്ള ബട്ടൺ വരും. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ ഡിസ്പ്ലേയുടെ സെൻറ്ററിലേക്ക് നമ്മൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ താഴെയായിട്ട് 4 ഓപ്ഷനുകൾ കാണാം. അതിൽ 4ാമത്തെ ഓപ്ഷനിൽ കളർ എന്ന ഇതിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ചേഞ്ച് ആക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് കളറുണ്ട്. അതിൽ വൈറ്റ് എടുക്കുക. വൈറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് ആണെന്നാണ്. അതുപോലെ അടുത്ത് നമ്മൾ 2ാമത്തെ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ കളർ എടുക്കുക. അത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറാണ്. അത് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു കളർ നമ്മൾ കൊടുക്കുക. ഒരു ലൈറ്റായിട്ടുള്ള കളർ ഇവിടെ അപ്ലൈ ചെയ്യാം. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോണ്ടിലേക്കാണ് പോകുന്നത്. ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം, ഏത് മോഡലാണോ ആവശ്യമായി വരുന്നത് അത് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും അത് കുറച്ച് ബോൾഡായതിന് കാണാം. ബോൾഡായതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് അതേ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ താഴെ നമുക്ക് 3D എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 3D അതിൽ ഓക്കെ അടിച്ചുമ്പോൾ എനേബിൾ എന്ന് കാണിക്കും. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ട് 3D ലെറ്ററായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. 3D ലെറ്റർ ആയതിന് ശേഷം നമ്മളതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്. നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന്, അതിൻ്റെ ഷാഡോ ആയിട്ട് കളർ കൊടുക്കുന്നതിന്, അങ്ങനെ ഒരുപാട് റൊട്ടേറ്റ് ചെയ്യുന്നതിന്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പോകുന്ന ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്കാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് കെയിൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷനിലേക്കാണ്. കെയിൻ മാസ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അതിൽ നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് പോകുക. നമ്മൾ ചെയ്തത് മുൻപ് നമ്മൾ ഈ സ്മോക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ആ വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ മീഡിയയിൽ പോയിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ആ വീഡിയോ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സ്മോക്ക് വീഡിയോ ഇപ്പോൾ കെയിൻ മാസ്റ്ററിലെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ജസ്റ്റ് പ്ലേ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും സ്മോക്ക് വീഡിയോ നമുക്ക് റെഡിയാണ്. വീഡിയോ നമ്മളൊന്ന് മൊത്തമായി ചെക്ക് ചെയ്യുക. ഒന്ന് പ്ലേ ചെയ്ത് ഒന്ന് മൊത്തമായി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പിക്സൽ ലാബിലെ പിക്ചറുണ്ട് അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. ലെയറിൽ പോയിട്ട് മീഡിയയിൽ ചെന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിക്സൽ ലാബിലെ പിക്ചർ നമ്മൾ ഇതിലേക്ക് ഒരു ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് താഴെ ഒരു ലെയറായിട്ട് ഇത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡിസ്പ്ലേ എന്നുള്ളത് ടെക് ഡിസ്പ്ലേ എന്നുള്ളത് ചെറുതായിട്ടാണ്. നമ്മളതിനെ ഒന്ന് ചെറുതായിട്ട് സൂം ചെയ്ത് കുറച്ച് വലുപ്പം കൂട്ടുന്നു. വലുപ്പം കൂട്ടിയതിന് ശേഷം നമ്മൾ ആ 2ാമത് ആഡ് ചെയ്ത ലെയറിനെ നമ്മൾ കുറച്ച് ചെറുതാക്കുകയല്ല, നമ്മൾ ആ ഒരു വീഡിയോയുടെ സ്മോക്ക് വന്ന് പോകുന്ന ലെവലിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിന് ഒരു ആനിമേഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ആനിമേഷൻ കൊടുക്കാം. അതൊരു ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ആനിമേഷൻ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോകുന്ന ഇതിലേക്ക് നമ്മളൊരു മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ മ്യൂസിക്കിൽ പോയിട്ട് നമ്മളുടെ ഫോണിലുള്ള ഏതൊരു നല്ലൊരു മ്യൂസിക് ഇൻട്രോയ്ക്ക് ചേരുന്നൊരു മ്യൂസിക്, ഞാനിവിടെ ഇൻട്രോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തൊരു മ്യൂസിക് ഇൻട്രോയിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കേട്ട ശേഷം അത് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ താഴെ ഒരു ലെയറായിട്ട് മ്യൂസിക് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്തൊരു ഭാഗമുണ്ട്. നമ്മുടെ ആ വീഡിയോ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ട്രിം ചെയ്ത് കളയണം. ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനോട് ഒരു കത്രികയുടെ ഒരു ചിഹ്നം നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹുഡ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ട്രിം ചെയ്ത് കളയാം. ശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.